ഒരു ട്രക്കിങ്ങിൻ്റെ കഥ പറഞ്ഞാലോ? സംഭവം നടക്കുന്നത് ഇനി കാശ്മീരിൻ്റെ മറ്റേ അറ്റമായ പൂഞ്ചിനടുത്താട്ടോ. വിൻ്റർ കാശ്മീർ പോലെ ഒരേ അടിപൊളിയാണ് സമ്മർ കാശ്മീരും. വണ്ടിക്കാരുടെ ഓരോ സമ്മർ വെക്കേഷൻ കഴിയുമ്പോഴും ഓർക്കാൻ ഒത്തിരി ട്രക്കിംഗ് മെമ്മറീസുമായിട്ടാണ് നമ്മുടെ വെക്കേഷൻ കഴിഞ്ഞു പോകാറുള്ളത്. ഈ കഴിഞ്ഞ വെക്കേഷനിൽ നമ്മൾ ജബ്ബി ആയിരുന്നു പോയത്. ആ ജബ്ബിക്ക് ട്രക്കിംഗ് പോകാൻ വേണ്ടി രാത്രി തന്നെ നമ്മൾ കടയിലേക്ക് പോയി അത്യാവശ്യം നൂഡിൽസ്, അതേപോലെ ഒരു പാക്കറ്റ് ഈത്തപ്പഴം, പിന്നെ നമുക്ക് കഴിക്കാൻ ആവശ്യമായ കുറച്ച് ബന്നുകളൊക്കെ നമ്മൾ ആദ്യം തന്നെ സെറ്റാക്കി വെച്ചു. രാവിലെ തന്നെ വണ്ടിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കാഴ്ചയാണിത്. കുറച്ച് സമയം കാത്തു നിന്നതിന് ശേഷം വണ്ടി എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 4 കിലോമീറ്ററോളം നമ്മൾ വണ്ടിയിൽ പോയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് കയറാനാണ് പ്ലാന്. അപ്പോൾ വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ എല്ലാവരും നല്ല ആവേശത്തിലായിരുന്നു. അങ്ങനെ വണ്ടി ഇറങ്ങി ഈ ബാഗൊക്കെ തൂക്കി പിടിച്ച് എല്ലാവരും നടക്കാൻ തുടങ്ങി. ഒരു ഹിമാലയം കീഴടക്കാനുള്ള ആവേശമുണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും. നമ്മൾ വളരെ ഡിഫിക്കൽട്ടായിട്ട് എടുക്കുന്ന ഈ ഒരു ട്രക്കിംഗ് ഒക്കെ ഇവർ വളരെ സിമ്പിളായിട്ടാട്ടോ ഈ ആടുകളെ കൊണ്ട് കയറി പോകുന്നത്. ട്രക്കിംഗ് കഴിഞ്ഞാൽ ഇങ്ങനെ നടന്നു പോകുന്ന കുറച്ച് വീഡിയോസൊക്കെ വേണമല്ലോ, അതിനു വേണ്ടി വരാൻ പറഞ്ഞതാണ്. അപ്പോൾ അതേ വരുന്നു എല്ലാവരും സ്കൂൾ വിട്ട മാതിരി ഒന്നായിട്ട്. ഓരോ ട്രക്കിങ്ങുകളും ഓരോ അനുഭവങ്ങൾ തന്നെയാട്ടോ. അത് കാശ്മീരാകുമ്പോൾ അതിനൊരു പവർ വേറെ തന്നെയാണ്. ഈ മക്കളെയൊക്കെ കണ്ട് നമ്മളങ്ങനെ കയറി ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഉച്ചയായി. അങ്ങനെ നമ്മൾ കൊണ്ടുപോയ ഭക്ഷണങ്ങളൊക്കെ അവിടെ വെച്ച് കഴിച്ചു. അങ്ങനെ കയറി വൈകുന്നേരമായപ്പോൾ നമ്മൾ ജബ്ബിയുടെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ജബ്ബിയുടെ മേലെ എത്തിയപ്പോൾ നമുക്ക് കിട്ടിയൊരു വ്യൂ ആണിത്. കണ്ണെത്താ ദൂരത്ത് പരന്ന് കിടക്കുന്ന പച്ചപ്പ്. എന്ത് രസമാണ് അറിയോ മേലെത്തിയപ്പോൾ ഇത് കാണാൻ. അത് മാത്രമല്ല, ഇവിടെ നിന്ന് അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ ദൂരോട്ട് മഞ്ഞ് മൂടി കിടക്കുന്ന ചെറിയ ചെറിയ മലകളും കാണാം. ഇഷ്ടപ്പെട്ട യാത്രകൾ അതെപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട ചങ്ങായിമാർക്കൊപ്പം കൂടെ ആണെങ്കിൽ അതിൻ്റെ വൈബൊന്ന് വേറെ തന്നെയാണ്. അങ്ങനെ വൈകുന്നേരമായപ്പോൾ നമ്മൾ രാത്രിയൊക്കെയുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ഒരു അടുപ്പൊക്കെ കൂട്ടി ഉള്ളിയൊക്കെ ഇട്ട് കറി വെക്കാൻ തുടങ്ങുകയാണ്. ചിക്കൻ കറി ആട്ടോ ഉണ്ടാക്കുന്നത്. വൈകുന്നേരം തുടങ്ങിയതാണെങ്കിലും ചിക്കൻ കറി ആവാൻ രാത്രിയായിട്ടുണ്ട്. മലയുടെ ഏറ്റവും ടോപ്പിലായതുകൊണ്ട് തന്നെ സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങളൊരു ചെറിയ ക്യാമ്പ് ഫയറൊക്കെ സംഘടിപ്പിച്ചു. നമ്മുടെ ചങ്ങായി ഷെബീബ് ഒരു പാട്ടും പാടി. അങ്ങനെ ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അന്ന് രാത്രി അവിടെ താമസിച്ചു. അടിപൊളിയായിട്ടുള്ള ആ ജബ്ബിയിൽ നിന്ന് പിറ്റേന്ന് രാവിലെ തിരിച്ചിറങ്ങി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും അടിപൊളിയായൊരു ട്രക്കിങ് ചെയ്തിട്ടില്ല കേട്ടോ. പ്രത്യേകിച്ച് 2 ദിവസമൊക്കെ നീണ്ടുനിന്ന ട്രക്കിങ് ഞാൻ ആദ്യമായിട്ടായിരുന്നു ചെയ്തത്. അപ്പോൾ കാശ്മീരിൻ്റെ കൂടുതൽ ഇതേപോലെയുള്ള വീഡിയോസുകളുമായി നമുക്ക്